എല്ലാ ചാനലിലും ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയാണ് സംസാരം. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നടിയെ ആക്രമിച്ച കേസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ജൂലൈ 2017 ഒരു 3 അംഗ കമ്മിറ്റി അതിൻ്റെ അന്വേഷണത്തിനായിട്ട് നിയമിച്ചു. അപ്പോൾ അതിനെ ലീഡ് ചെയ്തിരുന്നത് കേരള ഹൈക്കോടതി ജഡ്ജും കൂടെ ആയിരുന്ന ജസ്റ്റിസ് കെ ഹേമയായിരുന്നു. ജസ്റ്റിസ് ഹേമ അടങ്ങുന്ന ഈ 3 അംഗ ബെഞ്ച് ഡിസംബർ 2019 ഒരു 300 പേജുള്ള റിപ്പോർട്ട്, ഡോക്യുമെൻറ്റുകൾ, ഓഡിയോ വിഷ്വൽ എവിഡൻസുകൾ അടങ്ങുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ മലയാള സിനിമ രംഗത്ത് നടക്കുന്ന സെക്ഷൽ ഹറാസ്മെൻറ്റിനെയും ജെൻഡർ ഇൻഇക്വാളിറ്റിയെയും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ വെച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുകയും അവർക്കുണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു. കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് കാസ്റ്റിംഗ് കൗച്ചും സബ്സ്റ്റൻസ് യൂസുമാണ്. കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത് കാസ്റ്റിങ്ങിൻ്റെ സമയത്ത്, ഓഡീഷൻ്റെയൊക്കെ സമയത്ത് കലാകാരന്മാർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളാണ്. സബ്സ്റ്റൻസ് യൂസ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ള ആൽക്കഹോൾ, ഡ്രഗ്, നർക്കോട്ടിക് സബ്സ്റ്റൻസിൻ്റെയൊക്കെ യൂസേജാണ് ഫിലിം സെറ്റുകളിൽ. അപ്പോൾ ഇതൊക്കെയാണ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ. അപ്പോൾ കമ്മിറ്റി ഇതിനൊരു ട്രിബ്യൂണൽ ഫോം ചെയ്യണമെന്നാണ് അവരുടെ ഒരു റെക്കമെൻഡേഷനായിട്ട് കേരള ഗവൺമെൻറ്റിന് മുൻപ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.